മറിച്ചിട്ടേ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ വ്ളോഗ്സ്. സോളോ വ്ളോഗ്സിന്റെ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെട്ടിയും പോക്കെയായിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ അടിപൊളിയായിട്ടുള്ള 3-4 കുന്നും മലയൊക്കെ കയറി ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ നല്ല കയറ്റം ഉണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു, നല്ല അട്ടകടി ഉണ്ടായിരുന്നു. നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മുകളിലെത്തിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി സാഹസികം നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളിവിടെ എങ്ങനെ എത്തി എന്നറിയാനായിട്ട് നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ അടിപൊളി ഒരു സാഹസികം നിറഞ്ഞ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഒരു ഫുൾ വൈബ് കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ വൈബ് നമുക്ക് ഈ ഒരു ട്രാക്കിൽ നിന്ന് കിട്ടിയിട്ടോ. അപ്പോൾ മച്ചാൻ സംസാരിച്ച സമയങ്ങളെയുള്ള നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അല്ല, എന്താണ് ഉദ്ദേശിച്ചത്? മിറർ പൊട്ടിയതായിരുന്നോ? ഓ ഭാഗ്യം. അടുത്തൊരു വീഴ്ച. ആ, കുറച്ചുകൂടെ റെഡി ആയിട്ടുണ്ട്. പുറകോട്ട് തുറന്നു. All the way in. എന്റെ പൊന്നെ, ഇതെന്താണിത്? ഇവിടെ എന്താണിത്? എന്റെ വേറെ ലെവല് സ്ഥലം. അങ്ങോട്ട് പോവാ. അടുത്ത കയറ്റം. ആ, കൊടുത്തു. എന്റെ പൊന്ന്, എന്റെ പൊന്നോ, കയറ്റങ്ങൾ, കയറ്റോടാ. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്തൊരു എന്റെ പൊന്നു. കുറച്ച് പണിയാണ്. കുത്തനുള്ള കേട്ടോ എൻ്റെ മോനെ. നമ്മളിത് ഇതുവരെ കയറി വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്തൊരു കയറ്റം വന്ന് നിൽക്കുവാണ്. ആർക്കും അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ വണ്ടി ഇതാ അവിടെ ഒരു വിധത്തിൽ കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അനക്കം കേട്ടു കേട്ടോ. ഈ ഒരു ആംബുലൻസിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇതൊന്നൊരു കിടിലൻ കയറ്റത്തിലാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ആകെ എന്താ പറയുക ടൈറ്റായിട്ട് കിടക്കുന്നു കേട്ടോ. ഇതിലേക്ക് ഒരു വഴി വരുന്നുണ്ടല്ലോ, മൊത്തം അതിലേക്ക് വഴിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ സാനിറ്റൈസറിയിരിക്കുന്നുണ്ട് വേണം. അപ്പോൾ ഇതേ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ എന്ന് അറിയില്ല. എന്തായാലും നമ്മുടെ യുവമാരുടെ വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ മുകളിൽ തള്ളി കയറ്റണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ്. നമുക്കായാലും ഒരു രക്ഷയില്ലാത്ത വഴികൾ ഈറ്റക്കാടാണ് കേട്ടോ. അപ്പം എന്തൊക്കെയോ അനക്കങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു വഴി കിടക്കുന്നുണ്ട് ഇങ്ങോട്ട്, ഒരു സ്ലോപ്പാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ എല്ലാ വണ്ടിയും മുകളിൽ കയറ്റിട്ടോ. അതെ, വേർത്ത് ഒഴിക്കുവാണ്. ആകെ എൻ്റെ ഹൈഡ്രേഷൻ ബാഗിലുള്ള കുറച്ച് വെള്ളം മാത്രമുണ്ട്, ബാക്കിമാരുടെ എല്ലാം വെള്ളം തീർന്നു. ഇതിനകത്തുണ്ട്, ഞാൻ കുപ്പിയിൽ ഒഴിച്ചു തരാം. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകാണ്ട് കേട്ടോ.
എവിടെയാണെന്ന് അറിയില്ല, കുത്തിനുള്ള കയറ്റം തന്നെയാണ്. മുന്നിൽ കണ്ടതെന്ന് പറഞ്ഞാലും ഭീകര കയറ്റം തന്നെയാണ്. അപ്പോൾ ഇത് വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. മാടത്ത് പരിപ്പായി. കയറി പോയിട്ടോ. എൻ്റെ പൊന്നും ചീപ്പായിട്ടുള്ള കയറ്റത്തിലേക്ക് കയറുന്നു. മണ്ണൊന്നുമില്ല കേട്ടോ, മാത്രം. ഓ പണിമാളി. അയ്യോ, കയറി പോകണ്ടായിരുന്നു നീ. വണ്ടിയേ എൻ്റെ അമ്മോ. ആ മച്ചന്മാരെ, അങ്ങനെ വീണ്ടും ഒരു മഴ. ഇതിലേക്ക് വണ്ടി അവിടെ വെച്ചു. എൻ്റെ പൊന്നോ, ഒരു ഭീകര കയറ്റമായി പോയിട്ടോ. അപ്പം എൻ്റെ ഒന്നും പറയാനില്ല, കാരണം അത്രയും ടഫായിരുന്നു. പിന്നെ മഴ പെയ്താൽ ഇറങ്ങി പോക്ക് കുറച്ച് സീനാണ്. എന്തായാലും നമ്മളിവിടെ വരെ കയറി. ഇവിടെയും ഒരു ഷെഡ് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അകത്ത് കയറി നിൽക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഇതുവരെയുള്ള റൈഡ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വീണ്ടും ഒരു മഴയായിട്ട് ഒരു ഷെഡിനകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര എപ്പിസോഡായിട്ട് ഇടാൻ പറ്റുമെന്ന് തന്നെ അറിയാൻ പാടില്ല. ഒരു മെഗാ സീരിയലായിട്ട് തന്നെ. പുറത്തതേ മഴ, നമ്മളിരിക്കുന്ന സ്ഥലം കണ്ട. അപ്പോൾ ഒരു രക്ഷയില്ല, ഭീകര ട്രാക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു ട്രാക്കായിരിക്കുമെന്ന്. പക്ഷേ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ആകാശത്തേക്ക് കയറി പോകുന്ന പോലത്തെ വഴികളാണ്. പക്ഷേ ഇത് ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം അങ്ങോട്ട് കയറി അടിപൊളിയായിട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര മഴയായതുകൊണ്ട് ഇനി എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം പിന്നെ നമ്മൾ ആകെ 3 പേര്. അതെ, കയറാൻ പറ്റുന്നതിൻ്റെ അല്ല, ഇറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ അട്ടയുടെ പേരളിയാണ്, പേരളി. അട്ട ഒരു രക്ഷയില്ല. അട്ട ഇവിടെ മനുഷ്യനെ കാണാതെ ഏതോ ദരിദ്രം പിടിച്ചിരിക്കുന്ന അട്ടയാന്ന് തോന്നുന്നു. സിനിമയിൽ സോംബി ചോറ് പിടിക്കാൻ വന്ന പോലെയാണ് അട്ട ഇവിടെ വരുന്നത്. അപ്പോൾ രക്ഷയില്ല. പക്ഷേ ഓവറോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റിയെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും പറയുവാണ്, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും ഈ ഇത്രയും വൈബൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തല്ലേ. നമുക്ക് ഇത്ര വൈബ് വേണ്ട. പക്ഷേ ഇത് വൈബ് കൂടിപ്പോയി ഗൈസ്, വൈബ് കൂടിപ്പോയി. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സാനിറ്റൈസറും മസ്റ്റാണ്. പിന്നെ രണ്ടും കൽപ്പിച്ചേ വരാൻ പാടുള്ളൂ. ഏകദേശം നമ്മൾ വണ്ടികൾക്ക് പണി വന്നു, അതുപോലെ തന്നെ നല്ല സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കയറിയത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീണ്ടും മഴ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മഴ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മഴ കഴിഞ്ഞ്
അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. പൊറോട്ടുള്ള വഴി കിടക്കുന്നുണ്ടോ ഞങ്ങൾ? ഒരു രക്ഷയില്ലാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി നിന്ന ഒരു ചെറിയ ഹട്ട് പോലത്തെ സംഭവം. താഴേക്ക് കുത്തിനിറക്കം തന്നെയാണ് കേട്ടോ. അപ്പം ഈ റോഡ് ഏകദേശം മഴ നനഞ്ഞ് കുളമായതുകൊണ്ട് തന്നെ കയറിപ്പോരൽ നല്ല പണിയാണ്. അപ്പം മുന്നോട്ട് ഇനി സ്റ്റീപ്പ് കയറ്റങ്ങളുണ്ടോ എന്തോ ഇല്ലയോ എന്ന് നമ്മൾ പോയി തന്നെ നോക്കണം. അപ്പം എന്തായാലും നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ടൊന്ന് പോയി നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ഇവിടുത്തെ വെള്ളം ഒഴുകുന്ന നോക്കിയാൽ മലയുടെ മുകളിൽ കൂടെ. നമ്മുടെ ഈ മല കൂടെ ഒരു മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അയ്യോ ചെളിയൊക്കെ വാരി എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി മുന്നോട്ട് എന്താണെന്നുള്ളത് പോയി തന്നെ നോക്കണം. അപ്പോൾ നമുക്കിന്ന് 2 മഴ കിട്ടി. എന്തായാലും ടാസ്ക് ഹെവിന്ന് അൾട്രാ ഹെവിയിലേക്ക് മാറിയേക്കുവാണ്. എന്തായാലും നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. പൊളി ഒരു വീട്ടിൽ എൻ്റെ പൊന്ന് എന്താടാ വൈബ്. കുപ്പി ഇരിക്കണ്ട? അല്ല ഉണ്ടല്ലോ. അല്ല നിങ്ങൾക്കൊന്ന് കുപ്പി എന്ത് ഇതിൽ വെച്ചിട്ടുണ്ടോ? നോക്കി ഗായ്സ് ഒരു രക്ഷയില്ലോട്ടോ. നോക്കി നമ്മളങ്ങനെ അതെ ഇപ്പോൾ എത്തിച്ചേർന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏജാതി വൈബ്. ഒരു പ്രൈവറ്റ് വാട്ടർ ഫാൾ പോലെ പറയാൻ തന്നെ പറ്റുന്നില്ല നമുക്ക് കിട്ടിയേക്കണേന്ന്. എൻ്റെ പൊന്നോ അതിശയം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളിപ്പോൾ. സൂപ്പർ മാൻ. എടാ ഇവിടെ അങ്ങോട്ട് കുളിച്ചാലോ? ഫൈനലി അപ്പോൾ നമ്മൾ ഒരു ചെറിയ വാട്ടർഫോൾസിലേക്ക് എത്തിയേക്കുന്ന കാഴ്ച. അപ്പോൾ നമ്മുടെ അടുത്ത് കുടിവെള്ളമില്ല. സോ വളരെ പ്യൂറായിട്ടുള്ള വെള്ളം തന്നെയാണ് ഇതെന്നുള്ളത് ആർക്കും സംശയം വേണ്ട. എന്തപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇരുത്തുന്നില്ല. ആളൊരുപാട് രക്തം ഇപ്പം തന്നെ കുടിച്ചിട്ടുണ്ട്. നമ്മൾ വിട പറഞ്ഞ് വീണ്ടും മുന്നോട്ട് തന്നെ. അപ്പോൾ ഇത് എന്തോരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ എത്ര കിലോമീറ്ററോളം കിടക്കുവാന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു സ്ഥലം. ഇതെന്തായാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതുവരെ വന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് വേറെ ലെവലായിരുന്നു കേട്ടോ. ആക്ടർ സ്കിപ്പിങ് പോലെ ഉണ്ടല്ലോ. ഒരു പാറയാണ് മുന്നിൽ കാണുന്നത്. അത് എൻ്റെ പൊന്നു. എൻ്റെ പൊന്ന്. അപ്പം എന്ത് ഈ ഒരു വഴി ഇവിടെ തീർന്നു കേട്ടോ. എൻ്റെ പൊന്ന്. അപ്പം ഒന്നും പറയാനില്ല ഞങ്ങൾക്ക്. ഇതുവരെ വന്നത് തന്നെ എന്തോ ഭാഗ്യം. സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നില്ലല്ലോ ഇവിടെ. അല്ല കുറച്ചുകൂടി ഇപ്പോൾ റൂട്ട് ഇറക്കിയത് ഇനി പറ്റില്ലേ? ഇട്ടേടാ വരുമോ? ഓ പറ്റില്ല. എൻ്റെ പൊന്നല്ലോ മറിച്ചിടരുത്. ഇങ്ങോട്ട് ഓക്കെ 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 ഐ ആം ഓക്കെ. എന്താണ് അവസ്ഥ? എടാ ഒരു ഇവിടെ നിന്ന് പിടിക്കാം. ഞാൻ പിടിക്കാം. പിടിച്ചോണേ. എന്തായാലും ഒടിഞ്ഞോ? വണ്ടി ഇരിക്കില്ല.
അങ്ങോട്ട് വെച്ചോടാ, ഇങ്ങോട്ടാക്കിയോ എൻ്റെ പൊന്നെ. ഇല്ല അങ്ങനെ ഒരു ഉരുണ്ട് വീഴ്ച എൻ്റെ വകയും സന്തോഷമായില്ലോടാ അവർക്കൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഴ്ച കംപ്ലീറ്റ് ആയി ഗൈസ്. അട്ടമയിര്. അപ്പോൾ ഇനി അങ്ങോട്ട് വഴിയില്ല കേട്ടോ, ഇതോടെ വഴി തീർന്നു. അതൊരു നാരോ വേ ആണ്. അപ്പം ഇതിലേ ഇല്ല. നമ്മുടെ ബിയോൺ സംഭവം സെറ്റ് ചെയ്ത് എന്തായാലും അതെ ബിയോൺ ഉയർ. അപ്പോൾ എന്തായാലും ചെറിയൊരു പടം കിട്ടി. ലക്കിലി ഇവിടെ പറഞ്ഞത് പിന്നെ അതൊക്കെ ഒരു പ്രശ്നവും വാറ്റ് എൻ്റെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിൽ വരാവുന്ന എത്ര വന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഞാൻ വീടി പോകാൻ പറ്റും തോന്നുന്നില്ല നമുക്ക്. ബിക്കോസ് ഇതാണ് വഴി. നമുക്കെന്നല്ല ആർക്കും തന്നെ ഇനി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഈ ഒരു ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞാൽ അത് വഴിയില്ല, വഴി ഇനി ഇങ്ങോട്ട് പറ്റൂലടാ. അപ്പം കംപ്ലീറ്റഡ്. നമ്മളങ്ങനെ 100% ഈ ഒരു വഴി ഫിനിഷ് ചെയ്തു. യെസ്. ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്തോറും നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞ ഒരു മാജീഷ്യനെ പോലെയാണ് ഭൂമി. നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു ചെറിയ സ്ഥലത്ത് നമുക്ക് ഇത്ര അത്ഭുതങ്ങൾ തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അതല്ലേ നമ്മുടെ ലോകത്തിലെ എന്തെല്ലാം കാഴ്ചകളും എന്തെല്ലാം അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കിടക്കുന്നു. വളരെ സാഹസികത നിറഞ്ഞ ട്രാക്കിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തിച്ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് നിങ്ങൾ 1-2 തവണ അതൊന്ന് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ യാത്രകളെല്ലാം ഏകദേശം ഇതുപോലത്തെ ഉള്ള ട്രാക്കുകളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോട്ടിൽ കൂടെ കിട്ടുന്ന ഫീലിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള കാട്ടിൽ കൂടെ പോകുമ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രകൾ കൂടുതലും കാടുകളും മലകളും കുന്നുകളും അരുവികളും പുഴകളൊക്കെ താണ്ടിയിട്ടുള്ളതായിരിക്കും. ഞങ്ങളെ പോലെയുള്ള ഒരു 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോലെ 2 വീലറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അത് നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരെ. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. ഈ ഒരു സ്ഥലം കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ വൈബാണ്. നമ്മൾ ഇതുവരെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു വീഡിയോകളിലോ ഒന്നും കാണാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ ഇതുപോലെ അഡ്വഞ്ചറായുള്ള രീതിയിലൊക്കെ കയറി തപ്പി പിടിച്ചെത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും അത് വേറെ ലെവലാണ്. ഇനി എങ്ങോട്ട് പോകാനാണെങ്കിലും കൂടെ റെഡി ആയിട്ട് നിന്ന് നമ്മുടെ കൂട്ടുകാർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാതെ വയ്യ. അപ്പോൾ ഗായ്സ് നമ്മളിത് അങ്ങനെ ആ ഒരു വഴിയുടെ അവസാനം എത്തിച്ചു. മഴ പെയ്ത സമയത്ത് ആക്ച്വലി ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. ബിക്കോസ് നിങ്ങൾ കണ്ടാണ് നല്ലൊരു മഴയാണ് ചെയ്തത്, നല്ലൊരു മഴയാണ് പെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു കയറ്റമായിരുന്നു. അപ്പം ശരിക്കും ഞങ്ങൾ ഡൗട്ട് അടിച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മുന്നോട്ട് പോകാം. അത് എല്ലാവരും കേട്ടോ, അതെ ഇവന്മാരെല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ ശരിക്കും പോകണ്ടെന്ന് വിചാരിച്ച അടുത്തപ്പോൾ വേണം നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നെ എല്ലാവരും പറയല്ലോ, അപ്പോൾ നമ്മളും പോകും. അങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ഈ ഒരു വഴി കംപ്ലീറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് വഴിയില്ല. ഇനി അങ്ങോട്ട് ഒരു വണ്ടിക്ക് കയറാൻ പറ്റില്ലാത്ത രീതിയിൽ ഉള്ള വഴിയാണ്. നടന്നു വരാം. അപ്പോൾ അതുവരെ എത്തിച്ചു. അപ്പോൾ നമ്മളൊരു സംഭവത്തിൽ ഇറങ്ങിയിട്ട് അത് ഫിനിഷ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കയറി മഴയൊക്കെ ആയി തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യായിരുന്നു എന്നിങ്ങനെ തോന്നും. ബട്ട് നമ്മൾ ഇപ്രാവശ്യം അത് ഫിനിഷ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പിയാണ്. അപ്പോൾ ഫിനിഷ് ചെയ്താൽ മാത്രമല്ല, നമ്മൾ അതിൻ്റെ മുകളിൽ ചെന്നപ്പോൾ നമുക്കൊരു പൊള്ളി വ്യൂവും കിട്ടി കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഒരു മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു മഴ പെയ്തുകൊണ്ട് തന്നെ അങ്ങ് അകലെ കോടയാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ചെറിയ ഇങ്ങനെ മൂടൽ പോലെ കാണുന്നുണ്ട്. പിന്നെ ടൈം പോയതുകൊണ്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളും കുറവാണ്. പക്ഷേ എന്തായാലും ഓൾവേസ് ഒരു ഓഫ് റോഡ് ആകുമ്പോൾ ഒരു മഴ മസ്റ്റാണെന്ന് പറയുന്ന പോലെ നമുക്കൊരു ഡ്രൈ സ്റ്റേറ്റിലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി പോരായിരുന്നു കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത്. ബട്ട് ഗൈസ് ഇവിടെ വരെ സ്ട്രഗിൾ ചെയ്ത് എത്തിയാലും അതിൻ്റെ ഒരു ബ്യൂട്ടി കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു സ്ട്രഗിളിങ് ഒന്നും അല്ല എന്നുള്ളൊരു ഫീലാണ്. ആക്ച്വലി ഭയങ്കര ഹാപ്പിയായി, കാരണം ഇവിടെ എത്താൻ സാധിച്ചത് തന്നെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് വന്ന് കൂടെയൊക്കെ നിന്ന്, അതായത് നമ്മൾ വണ്ടിയൊക്കെ തള്ളി, നമ്മൾ വണ്ടി മറിഞ്ഞപ്പോൾ പിടിച്ചു, അങ്ങനെ എല്ലാവരും കൂടെ തള്ളി സഹായിച്ചൊക്കെയാണ് മോളിൽ കയറി വന്നത്. നമ്മുടെ അജു ഉണ്ട്, അതുപോലെ തന്നെ ബിയോൺ ഉണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. നമ്മൾ ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു ലൊക്കേഷൻ, ഇതുപോലത്തെ അൺനോൺ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഫൈൻഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും.
അപ്പോൾ കാച്ചന്മാരെ നമ്മുടെ ചാനൽ ആരെങ്കിലും നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ ഓഫ് റോഡ് ട്രാക്കൊക്കെ തപ്പി പിടിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും കാണാമല്ലോ ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ മച്ചന്മാരെ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇറങ്ങുന്നതിൻ്റെ ഒരു പാർട്ട് കൂടെ ഇടാമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം കയറി തന്നെ നിങ്ങളറിയാം ഇതൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടോ. അപ്പോൾ അത്രയും ഒരു സ്ട്രഗിൾ ചെയ്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് കയറിയൊരു സ്ഥലമാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടെ ചെക്ക് ചെയ്യുക. ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം